കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വിവാദത്തിൽ. ഇടതുപക്ഷ അംഗങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തെന്നാരോപിച്ച് ബി.ജെ.പി തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിച്ചു. ബി.ജെ.പി വ്യാജ പ്രചരണമാണ് നടത്തുന്നതെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം അറിയാത്തതിനാലാണ് ബഹിഷ്കരണം നടത്തിയതെന്ന് LDF ചൂണ്ടിക്കാട്ടി. വനിതാ സംവരണ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ ബി.ജെ.പി LDFനെ സഹായിക്കുകയാണെന്ന് UDFും ആരോപിച്ചു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തെന്ന് ആരോപിച്ചാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ ബി.ജെ.പി ബഹിഷ്കരിച്ചത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ LDFന്റെ ഒരാൾ മാത്രമാണ് പത്രിക നൽകിയത്. അവർ എതിരില്ലാതെ ജയിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വനിതാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുകയും 8 അംഗങ്ങളുള്ള കോൺഗ്രസിന് വിജയിക്കാനും കഴിഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയിലെ രമ്യ വിജേഷ് പത്രിക നൽകി. LDFിലെ സ്വപ്ന മോഹനും വനിതാ പ്രതിനിധിയായി പത്രിക സമർപ്പിച്ചു. എന്നാൽ LDF UDF രഹസ്യ ബന്ധത്തെ തുടർന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമായി ഒരു വോട്ട് കോൺഗ്രസ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ബി.ജെ.പി അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ബഹിഷ്കരിച്ചത്. കോൺഗ്രസ് CPM അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ പ്രകടനവും യോഗവും നടത്തി. ബി.ജെ.പി പഞ്ചായത്ത് അംഗം പാറയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് 3 മുന്നണികളാണ്. ആ 3 മുന്നണികളാണ് ഒന്ന് LDF, ഒന്ന് ബി.ജെ.പി മുന്നണി, അതായത് ദേശീയ ജനാധിപത്യ സഖ്യം, മറ്റൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഈ 3 മുന്നണി പരസ്പരം കലഹിച്ച് തന്നെയാണ് മത്സരിച്ചത്. അങ്ങനെയാണ് 8 സീറ്റും കോൺഗ്രസ് കരസ്ഥമാക്കിയതും ബി.ജെ.പി 5 സീറ്റ് കരസ്ഥമാക്കിയതും CPM 3ഉം CPI 2ഉം കരസ്ഥമാക്കിയിട്ടുള്ളൂ. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി വനിതാ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന ആ കമ്മിറ്റിയിലേക്ക്, ആ തെരഞ്ഞെടുപ്പിലേക്ക് യാതൊരു എളുപ്പവുമില്ലാതെ മുഴത്തിന് 40 വട്ടം CPMനെ കുറ്റം പറയുന്ന കോൺഗ്രസ്സുകാരൻ ആ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. മോനിഷ മോഹൻ, ശരത് കുമാർ പാട്ടത്തിൽ, രമ്യ വിജേഷ്, ഷീമ രതീഷ്, സുമിത ശരത്ത്, ജെ മുരളീധരൻ, G ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എന്നാൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി നടത്തുന്നത് വ്യാജ പ്രചാരണമാണെന്ന് LDF ആരോപിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ മനസ്സിലാകാത്തത് കാരണമാണ് ഇവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതെന്നും ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നതെന്നും LDF ചൂണ്ടിക്കാട്ടി. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ആരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMോ ഇടതുപക്ഷമോ CPI അടങ്ങുന്ന ഇടതുപക്ഷമോ യാതൊരു വിധമായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായ ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്നിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങളെ കൃത്യമായി ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങൾ തന്നെ വോട്ട് ചെയ്താണ് വിജയിച്ചിട്ടുള്ളത്. യാതൊരു വിധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടില്ല. പിന്നെ ബി.ജെ.പി ഇവിടെ ആക്ഷേപിക്കുന്നത് അവർക്ക് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ബി.ജെ.പിയുടെ അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ജനാധിപത്യ സംവിധാനത്തെ ഒരു ബഹിഷ്കരണത്തിലേക്ക് പോയത്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ മുമ്പ് നടന്നിട്ടുള്ള വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പൊന്നാടിയിട്ട ചരിത്രമാണ് ബി.ജെ.പിക്കുള്ളതെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ ഐ റഫീഖ, സ്വപ്ന മോഹൻ, ബീന പ്രസാദ്, ശ്രീദേവി ഓമനക്കുട്ടൻ, ബിന്ദു രാജേഷ് എന്നിവർ പറഞ്ഞു. ഇതേസമയം ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും വനിതാ സംവരണ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ ബി.ജെ.പി LDFനെ സഹായിക്കുകയായിരുന്നെന്ന് UDF ആരോപിച്ചു. LDFും ബി.ജെ.പിയും തമ്മിലുള്ള രഹസ്യധാരണയായിരുന്നു ഇതിന് പിന്നിൽ. ആ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയാണ് LDF UDF അവിശുദ്ധ കൂട്ടുകെട്ട് ആരോപിക്കുന്നതെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDFും LDFുമായിട്ട് യാതൊരു വിധമായ അവിശുദ്ധ കൂട്ടുകെട്ടും ഉണ്ടായിരുന്നില്ല. ഇന്ന് നടന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വനിതാ സംവരണ സീറ്റിലേക്ക് ഒരു ബി.ജെ.പി സ്ഥാനാർത്ഥി മത്സരിച്ചില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം LDFും ബി.ജെ.പിയും തമ്മിലുള്ള രഹസ്യധാരണയുള്ള കൂട്ടുകെട്ട്. അല്ലാതെ ഇതിലേക്ക് UDFനെ വലിച്ചെടുക്കേണ്ട യാതൊരു വിധമായ കാര്യവുമില്ല. UDF UDF സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.